ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നാലാമത്തെ നോമ്പിന്റെ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. നാലാമത്തെ നോമ്പിന് എടുത്തുവെച്ച വീഡിയോ ആണ്. എഡിറ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റായി. നിച്ചുവിൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പി കാണിക്കുന്നുണ്ട്, പിന്നെ ഒരു ചിക്കൻ സ്നാക്കിന്റെ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടുവെക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പം നിച്ചു കുറേ ആയി ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കണം എന്ന് പറയുന്നത്. അവൾക്ക് ഒറ്റക്ക് തന്നെ ഉണ്ടാക്കണം എന്ന് പറയുന്നുണ്ട്. കുക്ക് ചെയ്യാനൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൾ ഒറ്റക്ക് തന്നെ കുക്ക് ചെയ്യലുണ്ട്. എൻ്റെ ഹെൽപ്പൊന്നും ഇല്ലാതെ തന്നെ അവൾ കുക്ക് ചെയ്യും. അപ്പം ഇന്ന് ചിക്കൻ കൊണ്ടാട്ടമാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ചിക്കന് ഒരു 400 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നിച്ചുവിന് കുക്കിംഗ് നല്ല ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അവള് കുറെ ആയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കുക്ക് ചെയ്യലുണ്ട്. ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ വീഡിയോ കണ്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ അവൾക്ക് ഇഷ്ടമുള്ളത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവൾ കുക്ക് ചെയ്യും. അത് ഞാൻ അറിയും കൂടെ ഇല്ല. ഞാനൊരു ഉച്ചമയക്കത്തിലൊക്കെ ആവണ സമയത്താവും അവൾ മെല്ലെ കിച്ചണിലൊക്കെ വന്നിട്ട് കുക്ക് ചെയ്ത് അത് അധികം അത് നല്ല അടിപൊളി ആവാറുണ്ട്. ചിലപ്പോൾ ഫ്ലോപ്പ് ആവലുണ്ട്. എന്നാലും കാണുമ്പോൾ സന്തോഷമാണ്. ആ കുക്കിങ്ങിനോടുള്ള ഇൻട്രസ്റ്റും ഒറ്റയ്ക്ക് വന്ന് എല്ലാ സംഭവങ്ങളും എൻ്റെ ഹെൽപ്പൊന്നും ഇല്ലാതെ തന്നെ അവൾ കുക്ക് ചെയ്യും. ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ചെറുനാരങ്ങൻ്റെ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനിതിപ്പോൾ ഒരു 4-5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. രാവിലെ തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ രാവിലെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വൈകുന്നേരം ഒരു 4 മണിക്കോ 5 മണിക്കോ ഒക്കെ കിച്ചണിലേക്ക് വന്നാൽ മതിയല്ലോ. അപ്പോൾ ഇത് നമ്മളെ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാനുള്ള ചിക്കനാണ്. പിന്നെ സ്നാക്സിന് വേണ്ടിയിട്ടുള്ള ചിക്കനും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ. നമ്മൾ ഓടാനൊന്നും നിൽക്കണ്ട. ഞാൻ ഇട്ടരാം. ഇപ്പൊ ചിക്കന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ആക്കി എടുക്കണത്. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഓരോ കഷ്ണങ്ങളായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നിച്ചു കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് പൊട്ടിത്തെറിക്കുമ്പോൾ ഓടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇട്ടുതരാന്ന് പറഞ്ഞപ്പോൾ അവൾ തന്നെ ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇടുകയാണ്. നമ്മളെ കൂടെ ആരെങ്കിലും കുക്ക് ചെയ്യാൻ ഉണ്ടാവുമ്പോൾ രസമാണല്ലോ. എനിക്കിഷ്ടമാണ് കേട്ടോ. ഹസ്ബൻഡോ മക്കളൊക്കെ നമ്മളെ കൂടെ ഉണ്ടാവുമ്പോൾ. പക്ഷെ ഹസ്ബൻഡിന് തീരെ ഇഷ്ടമല്ല ആ പരിപാടി. ഹസ്ബൻഡ് കുക്ക് ചെയ്യില്ല. അങ്ങനെ ഭക്ഷണമൊന്നും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കണമെന്നും കഴിക്കണമെന്നൊന്നും വലിയൊരു ഇഷ്ടമല്ല. നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കട്ടെ. അതിന് വേണ്ടിയിട്ട് എന്ത് സാധനങ്ങളും കൊണ്ടുവന്ന് തരും ചെയ്യും. ഇനി നമുക്ക് സ്നാക്കിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് മിൻസ് ചെയ്തെടുക്കണം. അപ്പോൾ ബ്രെഡ് പൊടിച്ചെടുത്ത അതേ മിക്സിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ചിക്കന് മിൻസ് ചെയ്തെടുക്കുന്നത്. അതിലേക്ക് നമുക്ക് ഒരു പിടി മല്ലിയിലിട്ട് കൊടുക്കാം. 3 വെളുത്തുള്ളി അല്ലി, 1 പച്ചമുളക്, റെഡ് ചില്ലി ഫ്ലേക്സ്, പിന്നെ 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1/4 ടീസ്പൂൺ ഗരം മസാല, ചിക്കൻ ക്യൂബും കൂടെ ഒരു കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ചിക്കനൊക്കെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് കൂടി പോകണ്ട. നമ്മൾ ചിക്കൻ ക്യൂബും സോയ സോസൊക്കെ ഒഴിച്ചു കൊടുത്തതാണ്. അപ്പം നോക്കിയിട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കുക. ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ നമ്മൾ ചിക്കൻ മിക്സ് ചെയ്യണതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം. പിന്നെ ഈ സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. അത് ഞാനൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. കയ്യിലൊന്നും ആവാതെ നമുക്ക് എഗ്ഗിലൊക്കെ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസ് ഒക്കെ ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കാൻ ഈസിയാണ് ഇങ്ങനെ സ്റ്റിക്ക് ഉണ്ടാവുമ്പോൾ. അപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ സ്റ്റിക്ക് ഉണ്ടായ കാരണം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആദ്യം നമുക്ക് മൈദ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ എഗ്ഗിൽ ഡിപ്പ് ചെയ്യുക. എന്നിട്ട് വേണം ബ്രെഡ് ക്രംസ്
കോട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതാ ഈ സ്റ്റിക്കിൽ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. പിന്നെ നമുക്കിതിൽ ചീസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ ചീസ് ഇല്ല, ചീസ് വാങ്ങാൻ മറന്നു പോയതാണ്. അപ്പോൾ പിന്നെ ചീസ് ഇല്ലാതെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത്. ഇത് ഉണ്ടാക്കാൻ നമുക്ക് ഈസിയാണ്. സവാള ഒന്നും വഴറ്റാനോ ഒന്നും നിൽക്കണ്ടല്ലോ, എന്താണ് വാട്ടണ്ട പരത്തണ്ട കുഴക്കണ്ട എന്നൊക്കെ പറഞ്ഞ മാതിരി നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇനി നമ്മൾ ചിക്കന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നിച്ചാണ് ചിക്കൻ്റെ എല്ലാ ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ ഫ്രൈ ആക്കി അതേ ഓയിലിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലൊക്കെ മതി. ബാക്കി നമുക്ക് മാറ്റി വെക്കാം. അതിലേക്ക് 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-25 ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിക്ക് പകരം ഒരു ചെറിയ സവാള ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതി. ചെറിയ ഉള്ളി ആകുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ സ്നാക്സ് ഫ്രൈ ആക്കാൻ വെച്ച ഓയിലൊക്കെ ചൂടായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം സ്നാക്സും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇനിയിപ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു ഗോൾഡൻ കളറിൽ നമുക്ക് അത് കോരി മാറ്റാം. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും, അധികം ടൈമൊന്നും വേണ്ട. പിന്നെ നമ്മൾ ചിക്കന് വേവിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അത് കുക്കാവാതിരിക്കൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഗോൾഡൻ കളറിൽ ഇങ്ങനെ കോരിയിരിക്കുമ്പോഴാണ് നല്ല ഭംഗി ഉണ്ടാവുക കാണാൻ. ഇത് കുറച്ച് ഒരു ബ്രൗൺ കളർ അയക്കണം, എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പുറത്ത് നിച്ചുവിൻ്റെ കുക്കിംഗ് നടക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി കാശ്മീരി ചില്ലിയല്ലേ കുഴപ്പമില്ല. 1 ടീസ്പൂൺ ഫുള്ള് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവ് വേണമെന്നുള്ളവർക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കുക. അത് നോക്കിയിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിച്ചു ഒറ്റക്കാണ് ചെയ്യണത് കേട്ടോ. ഞാൻ അപ്പുറത്ത് ഫ്രൂട്ട്സ് കട്ടിങ്ങും പരിപാടികളൊക്കെയാണ്. അപ്പോൾ ഇനി ആ വെള്ളം നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നിച്ചുവിൻ്റെ അടുത്ത് അവളെ ഒപ്പം വന്നപ്പോൾ ചോദിക്കണ്ടായിരുന്നു, നിച്ചു കൊണ്ടാട്ടം ഉണ്ടാക്കുന്നതൊക്കെ കൂടെ കരകാട്ടാവോ എന്നൊക്കെ. പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് അവൾ ഇങ്ങനെ ഒരു റെസിപ്പി ട്രൈ ചെയ്യണത്. മറ്റേ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ആവും ഉണ്ടാക്കുക. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് കുറച്ച് നേരം അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കണം. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. കറിവേപ്പില ഇട്ട് കൊടുക്കാൻ മറന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കറിവേപ്പില ഇടാൻ മറന്നതൊക്കെ കണ്ടത്. വാട്ടർമെലൺ ജ്യൂസ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറുനാരങ്ങൻ്റെ ജ്യൂസും ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെ ബോളായിട്ട് കുറച്ച് എടുത്ത് വെച്ചാണ്, അതിൻ്റെ ബാക്കി നമുക്ക് ജ്യൂസ് ആക്കാം. ആദ്യം ഒരു കഷ്ണം ഇഞ്ചി മിക്സിൻ്റെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലോണം അരിച്ച് മാറ്റി വെക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വാട്ടർമെലൻ്റെ കഷ്ണങ്ങൾ മിക്സിയിലേക്ക് ഇട്ടെടുക്കുക. പിന്നെ ജിഞ്ചറിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ നമ്മൾ അരിച്ച് മാറ്റി വെച്ചത്, അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ എത്രയാണോ ചക്കരമത്തൻ, ഞങ്ങളിവിടെ ചക്കരമത്തൻ എന്ന് പറയും കേട്ടോ, വത്തക്ക തണ്ണിമത്തൻ എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ എത്രയാണോ വാട്ടർമെലൺ എടുക്കണേ അതിനനുസരിച്ച് ജ്യൂസിൻ്റെ അളവും ചെറുനാരങ്ങ ഒന്നോ അല്ലെങ്കിൽ പകുതിയോ നമ്മൾ ചക്കരമത്തന് എത്ര എടുക്കണം അതിനനുസരിച്ച് എടുക്കുക. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക, ഷുഗർ ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഷുഗറൊക്കെ ഏറ്റവും കുറക്കുന്നതാണ് നല്ലത്. കുറച്ച് വാട്ടർമെലൺ ഞാൻ സ്കൂപ്പ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല റെഡ് കളറുള്ള കുരുവൊന്നും ഇല്ലാത്ത നല്ല മധുരമുള്ള വാട്ടർമെലനാണ്. അപ്പോൾ അതിങ്ങനെ സ്കൂപ്പ് ചെയ്ത് വെച്ചാൽ നല്ല രസമാണ് കാണാൻ. അതുപോലെ തന്നെ നമുക്ക് ഷമാമൊക്കെ ഇങ്ങനെ സ്കൂപ്പ് ചെയ്ത് വെക്കാം. സ്പെഷ്യൽ ഡ്രിങ്ക് ഒക്കെ ഉണ്ടാക്കുമ്പം ഇങ്ങനെ സ്കൂപ്പ് ചെയ്ത് ഇട്ടാൽ കാണാനും നല്ല രസമാണ്. ഒരു ചെറിയ സ്പൂണ് വെച്ചിട്ടാണ് ഞാനിങ്ങനെ സ്കൂപ്പ് ചെയ്തെടുത്തത്. നമുക്ക് ഗീ റൈസ് ഉണ്ടാക്കാം. ഗീ റൈസും ചിക്കൻ കൊണ്ടാട്ടുമാണ് ഇന്ന്. ഗീ റൈസൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയണതാണ്, അതിൻ്റെ റെസിപ്പിയൊന്നും കാണിക്കണം എന്നില്ല. എന്നാലും ആരെങ്കിലും ഗീ റൈസിൻ്റെ റെസിപ്പി ഒന്ന് കാണിക്കുമോ ഇട്ടാന്ന് ചോദിക്കുകയാണെങ്കിൽ ഗീ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുക. പട്ട, ഏലക്ക, ഗ്രാമ്പൂ,
പെരുംജീരകം, പിന്നെ സവാള, ഒരു ചെറിയ കഷ്ണം സവാള ചെറുതാക്കി അരിഞ്ഞത്, ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ട് വഴറ്റാം. 2 കപ്പ് റൈസിന് 4 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളം. പിന്നെ നമ്മൾ ഗാർഡൻ വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വലിയൊരു ഗാർഡനൊന്നും ഇല്ല, ബൊഗൻവില്ല, അഡീനിയം അങ്ങനെയൊക്കെയാണ് ഉള്ളത്. എന്നാലും ഞാനത് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ കിച്ചൺ മുഴുവനായിട്ട് കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കിച്ചൺ ടൂറ് മുമ്പ് ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ കിച്ചൺ ഓർഗനൈസ് ചെയ്യണ വീഡിയോ കാണിച്ചിട്ടുണ്ടല്ലോ, അതിലൊക്കെ കിച്ചൺ ഇങ്ങനെ മുഴുവനായിട്ട് കാണുന്നുണ്ട്. എന്നാലും ഞാൻ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കിച്ചൺ മുഴുവനായിട്ടും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാൻ മറന്നവരൊക്കെ ഇപ്പം തന്നെ ഒരു ലൈക്ക് അടിക്കുക. പിന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടുകാരൊക്കെ കുറേ പേരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യണവരൊക്കെ ഇങ്ങനെ എവിടെ പോയി എന്ന് അങ്ങനെ വിചാരിക്കും. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. കുറേ പേരിലേക്ക് ഒക്കെ ഇപ്പം ഇങ്ങനെ നോട്ടിഫിക്കേഷൻ എത്തിക്കൊണ്ടേ ഇരിക്കണുള്ളൂ. നമ്മൾ വലിയൊരു ഗ്യാപ്പിന് ശേഷമാണല്ലോ വീഡിയോ ചെയ്യണം, അതിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾക്ക് കമൻസ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. 1 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങളൊക്കെ നമ്മൾ വീഡിയോ കാണുന്നുണ്ടല്ലോ, കമൻറ്റ് ചെയ്യണുണ്ടല്ലോ എന്നൊക്കെ കാണുമ്പം. അപ്പോൾ ഇതാണ് ചിക്കൻ്റെ നമ്മളെ സ്നാക്സ്. ചിക്കൻ ചീസി റോളാണ്. ശരിക്കും ചീസ് ഞാൻ ഇടാൻ മറന്നതാണ്. ചീസ് ഇല്ലാതെ ഉണ്ടാക്കട്ടെ, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഗീ റൈസൊക്കെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുണ്ട്, നല്ല അടിപൊളി ഗീ റൈസാണ്. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട്, തറാവീഹ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക. നമ്മൾ ചിക്കൻ കൊണ്ടാട്ടം നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. മാഷാ അല്ലാഹ്, ഫസ്റ്റ് ടൈമാണ് അവൾ ഉണ്ടാക്കണമെങ്കിലും സൂപ്പറായിരുന്നു. കുറച്ച് കറിവേപ്പിലയും കൂടെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കാണാനും നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കുക, അപ്പോൾ കാണുമ്പോൾ ഒരു ഭംഗിയാണല്ലോ. ഗീ റൈസിലേക്ക് ഞാനൊരു ഗ്രേവിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഗ്രേവിൻ്റെ ആവശ്യമില്ല കൊണ്ടാട്ടം ഉണ്ടാകുമ്പോൾ, എന്നാലും ഞാൻ കുറച്ച് ഒരു ഗ്രേവിയും കൂടെ ഉണ്ടാക്കിയതാണ്. പിന്നെ തൈരും പുതിനയിലൊക്കെ ചേർത്തിട്ട് ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ വീട്ടിലുണ്ടായിട്ടുള്ള ചീരയാണ്, അതും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആഴ്ചയിൽ ഒരു 2-3 വീഡിയോ ഇടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ റമദാനല്ലേ, എപ്പോഴും വീഡിയോ എടുക്കലും എഡിറ്റ് ചെയ്യലും ഒന്നും നടക്കൂല. അപ്പോൾ പറ്റുമ്പോഴൊക്കെ ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് കാണുമ്പോഴാണ് നമുക്ക് ആ വീഡിയോ വീണ്ടും വീണ്ടും ഇടാനുള്ള ഒരു ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യട്ടെ, ഒരു സ്മൈലി ആയിട്ടെങ്കിലും കമൻറ്റ് ചെയ്യാം. പാത്രം കഴുകൽ, കിച്ചൺ ക്ലീൻ ആക്കൽ പരിപാടികളൊക്കെയാണ്. അപ്പം നോമ്പ് തുറന്ന ആ സമയത്തുള്ള പാത്രങ്ങളൊക്കെ അപ്പം തന്നെ കഴുകി വെക്കും. ബാക്കി നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചിട്ടുള്ള പാത്രങ്ങളാണ് കഴുകാനൊക്കെ ഉള്ളത്. അപ്പോൾ കിച്ചണൊക്കെ ക്ലീൻ ആക്കി കഴിഞ്ഞ്, പിന്നെ റമദാനിലൊരു ഫുൾ ഡേ വീഡിയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ കാണാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു.